ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. കുടിയന്മാർക്കൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് പറയാതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. എല്ലാ മാസവും 1-ാം തീയതി കേരളത്തിലെ കുടിയന്മാർക്ക് ഒരു 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 ദുഃഖ ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്ന് ബീവറേജും ബാറുകളെല്ലാം അവധിയാണ്. അതുകൊണ്ട് അന്നത്തെ ദിവസം ചിലപ്പോൾ കുടിയന്മാർക്ക് ഇഷ്ടപ്പെടാത്തൊരു ദിവസവും. നാളെ 1-ാം തീയതി സാധനം കിട്ടൂല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ചിലവർ ബ്ലാക്കിന് വാങ്ങി കുടിക്കുന്നവരുണ്ട്. എന്നാൽ ഇതിന് ചെറിയൊരു മാറ്റം നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഡേയിൽ ബാറുകളും ബീവറേജസ് ഒക്കെ തുറക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് എല്ലാ ബാറുകളും ബീവറേജസും തുറക്കാനൊന്നും ഇപ്പോൾ അനുമതി കൊടുത്തിട്ടില്ല. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ അതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. അതെവിടേക്കാണെന്നൊക്കെ നമുക്ക് നോക്കാം. 6 മേഖലകളിലാണ് ഇപ്പോൾ ഡ്രൈ ഡേ ഇല്ലാതെ, അതായത് 1-ാം തീയതിയും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തിട്ടുള്ളത് 6 മേഖലകളിലാണ്, ബാറുകൾക്കും ബീവറേജസിനൊക്കെ. അതായത് ടൂറിസം ഗ്രൂപ്പുകളുടെ യോഗങ്ങൾ നടക്കുന്ന സ്ഥലത്ത്, അതുപോലെ അന്താരാഷ്ട്ര കോൺഫറൻസുകള്, ടൂറിസം ഗ്രൂപ്പുകളുടെ യാത്രകള്, ഡെസ്റ്റിനേഷൻ വെഡിങ് സ്ഥലങ്ങളിൽ, അതുപോലെ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുടെ യോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുടെ പരിശീലന പരിപാടികൾ നടക്കുന്ന മേഖലകൾ എവിടെയാണോ ആ സ്ഥലങ്ങളിലൊക്കെ മദ്യശാലകൾക്ക് അവിടെയുള്ള മദ്യശാലകൾക്കാണ് ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം ബാറുടമകളും മറ്റു ബീവറേജസ് കോർപ്പറേഷനൊക്കെ മുന്നോട്ട് വെക്കുന്നത് 1-ാം തീയതി ദിവസം അവധിയാകുമ്പോൾ ഒരുപാട് നഷ്ടമാണ് സംഭവിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ടൂറിസ്റ്റുകൾക്ക്, ഈ പുറത്തുനിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവർ ചിലപ്പോൾ അവർക്കറിയില്ല കേരളത്തിൽ 1-ാം തീയതി അവധിയാണെന്നൊന്നും അവർക്കറിയില്ല. അപ്പൊ അവർ വരുമ്പോൾ ചില ടൂറിസ്റ്റുകൾക്ക് മദ്യം കിട്ടാത്തതിൽ അത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, അന്നത്തെ ദിവസം ഒരു ദിവസം കോടികളുടെ നഷ്ടമാണ് ഈ ബീവറേജസിനും ബാറിനൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെയാണ് ഈ ബാർ ഉടമകളും ബീവറേജസ് അസോസിയേഷനൊക്കെ പറയുന്നത്. ഇതിനിടയിൽ ഒരു ബാറുടമയുടെ ഒരു ഒരു മെസ്സേജ്, ഒരു വോയിസ് മെസ്സേജ് വിവാദം ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി പൈസ ഇട്ടെങ്ങാണ്ട് കോഴ കൊടുത്തെങ്ങാണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഡ്രൈ ഡേ ഒഴിവാക്കണം എന്നൊക്കെ. പക്ഷെ അതൊക്കെ പിന്നീട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പോ കേരള സർക്കാർ ഇളവുകളോടെ ഇപ്പോൾ ഇത് ഡ്രൈ ഡേ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ എല്ലാ 1-ാം തീയതിയും ഇനി മുതൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ബാറുകളും ബീവറേജസ് ഒക്കെ അവധി ആയിരിക്കില്ല, അവിടെ എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നതാണ് എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും കുടിയന്മാർക്ക് ചെറുതായിട്ടെങ്കിലും സന്തോഷിക്കാനുള്ളൊരു വകുപ്പാണ്. കാരണം ഇത് എവിടെയാണ്, ഈ സ്ഥലങ്ങൾ എവിടെയാണ്, ഏത് ഭാഗത്തേക്കാണെന്നൊന്നും സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഈ 6 മേഖലകളിലാണ് ഇപ്പോൾ ഡ്രൈ ഡേ ഒഴിവാക്കിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കുടിയന്മാർക്ക് സന്തോഷിക്കാനുള്ള ഒരു വാർത്ത എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്നാലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. കഴിവതും നമ്മൾ മദ്യപിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് നമ്മളെ മാനസികമായും ശാരീരികമായും എല്ലാം കൊണ്ടും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതാണ്. തിന്മകളുടെ മാതാവാണ് മദ്യം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കഴിവതും നിങ്ങൾ മദ്യപിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം അതിൽ നിന്ന് മദ്യപിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം അതൊരു നല്ല ശീലമല്ല. എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം മദ്യത്തിൽ നിന്നാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും അതെല്ലാം, ആ ശീലങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതാവും ഏറ്റവും നല്ലത്. ലഹരി ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലതല്ല എന്നാണ് നമ്മൾ പൊതുവെ അറിഞ്ഞിട്ടുള്ളത്. മാക്സിമം നമ്മൾ ലഹരികളിൽ നിന്നൊക്കെ മുക്തമാകാൻ നോക്കണം എന്തായാലും. അപ്പൊ ഇനി അടുത്ത വിശേഷമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.